This is Marietta. I'm Abraham. Welcome back to Candlelights. Hope you all are safe and sound. Today in this video, we are going to discuss about oxymoron. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? What is this oxymoron? Nope. ഈ പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മലയാളത്തിൽ നമ്മൾ അലങ്കാര പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഉപമ, ഉൽപ്രേക്ഷ, രൂപകം, വിരോധാഭാസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ പ്രയോഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന പേരാണ് ഫിഗർ ഓഫ് സ്പീച്ച്. എന്താണ് Figure of speech. ആ ഫിഗർ ഓഫ് സ്പീച്ചിൽ പെട്ട ഒന്നാണ് ഈ oxymoron. So today in this video we are going to see what is this oxymoron and its examples. Without any further ado, Let's get started. so oxymoron എന്താണ് ഈ oxymoron? നമ്മൾ നേരത്തെ പറഞ്ഞു oxymoron is a Figure of speech. figure of speech in which two terms appear to contradict each other. ഇതുപോലെ സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഇൻസൈഡ് ഔട്ട്. ഫസ്റ്റ് എക്സാമ്പിൾ ഇൻസൈഡ് ഔട്ട്. ഇൻസൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ Inner surface or something. അതായത് എന്തിൻ്റെങ്കിലും ഇന്നർ സർഫസ് അതാണ്, അല്ലെങ്കിൽ ഉള്ളിലായിട്ടുള്ള കാര്യം അതാണ് ഇൻസൈഡ്. ഔട്ട് എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് എന്നുള്ളതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഔട്ട് എന്നുള്ളത്. സോ ഇൻസൈഡ് ഔട്ട് ഇത് രണ്ടും ഒരുമിച്ച് വരുമ്പോൾ, അതായത് ഇങ്ങനെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് ഓക്സിമോറോൺ. സോ ഇൻസൈഡ് ഔട്ട് എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇന്നർ സർഫസ് ടേൺഡ് ഔട്ട്. അതൊരു സെൻറ്റൻസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ he dressed in a hurry that he wore his shirt inside out. അതെനിക്കറിയാം. അറിയും, കാരണം വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. So he dressed in a hurry that he wore his shirt inside out. So let's see another example. So the next example is open secret. ഓപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തുറന്നിരിക്കുന്നു. യെസ്, തുറന്നിരിക്കുന്ന ഒരു ഇത്. സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സപ്പോസ് ടു ബി ഹിഡൻ തിങ്. അതായത് അപ്പോൾ ഓപ്പൺ സീക്രട്ട്, അതായത് ഓപ്പൺ എന്നുള്ളതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആണ് സീക്രട്ട് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഓപ്പൺ സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ തിങ് ഓർ മാറ്റർ വിച്ച് ഈസ് സപ്പോസ് ടു ബി സീക്രട്ട് ബട്ട് നോട്ട് ടു മെനി പീപ്പിൾ. അതായത് സീക്രട്ടാക്കി വെക്കേണ്ട ആൾക്കാർ വിചാരിക്കും ഇത് ആർക്കും അറിയില്ല, പക്ഷെ അത് എല്ലാവർക്കും, അവരല്ലാത്ത എല്ലാവർക്കും ഇത് വളരെ, ഈ നമ്മൾ മലയാളത്തിൽ പറയും പരസ്യമായ രഹസ്യം, അത് തന്നെയാണ് ഈ ഓപ്പൺ സീക്രട്ട്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇറ്റ് വാസ് ആൻ ഓപ്പൺ സീക്രട്ട് അറൗണ്ട് ദ ഓഫീസ് ദാറ്റ് ബോത്ത് സാം ആൻഡ് ജെയിംസ് വർ കോമ്പീറ്റിംഗ് ഫോർ ദ സെയിം പ്രൊമോഷൻ. അതായത് സാമും ജെയിംസും ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഒരേ പ്രൊമോഷന് വേണ്ടി. പക്ഷെ അവരുടെ വിചാരം ആരും അത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ എല്ലാവർക്കും അവരുടെ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് അവർ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ഓപ്പൺ സീക്രട്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ എക്സാമ്പിൾ. സോ ദ തേർഡ് എക്സാമ്പിൾ ഈസ് ഡേ ഡ്രീംസ്. I always daydream. It always happens with us. സോ ഡേ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ദിവാസ്വപ്നം എന്ന് പറയും. സാധാരണ നമ്മൾ ഡ്രീംസ് കാണുന്ന എപ്പോഴാണ്? ഉറങ്ങുമ്പോൾ. ഡേ ഡ്രീംസ് എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലല്ലാതെ നമ്മളിങ്ങനെ ഒരു പ്ലസൻറ്റ് തോട്ട്സ്, നമ്മളിപ്പോൾ സപ്പോസ് വി ആർ ഇൻ എ ക്ലാസ് റൂം, അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ടീച്ചർ ഈസ് ഗിവിങ് യു സം ലെക്ചർ ഓൺ എ സബ്ജക്റ്റ്. ബട്ട് നമ്മളെന്തായിരിക്കും, നമ്മളിങ്ങനെ ടീച്ചറുടെ മുഖത്ത് നോക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ നമ്മൾ വേറെ എന്തൊക്കെയോ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. സഡൻലി ടീച്ചർ കാണുകയാണ്, ഓക്കെ നീ എവിടെയെല്ലാം ശ്രദ്ധിക്കുക. ടീച്ചേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും ആരെങ്കിലും ദിവാസ്വപ്നം കണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡേ ഡ്രീമിങ്ങിലാണെങ്കിൽ ടീച്ചേഴ്സ് പെട്ടെന്ന് കൈയോടെ പിടിക്കും. തീർച്ചയായിട്ടും പറയും, എബ്രഹാം സ്റ്റോപ്പ് ഡേ ഡ്രീമിങ്, പേ അറ്റൻഷൻ ഹിയർ. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഏതെങ്കിലും ഒരു ടീച്ചറുടെ കയ്യിൽ നിന്ന് നമ്മൾ കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ടുണ്ട്. ഡ്രീം ഈസ് നോട്ട് വാട്ട് യു സേ ഇൻ സ്ലീപ്പ് ബട്ട് ഈസ് ദ തിങ് വിച്ച് ഡസൻ ലെറ്റ് യു സ്ലീപ്പ്. നിങ്ങളെ ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ്, ഉറക്കത്തിലല്ല, നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാതെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളാണ്. അതാണ് അബ്ദുൽ കലാമിൻ്റെ സ്വപ്നം എന്നുള്ള കോൺസെപ്റ്റ്.
സോ ഇവിടെ അതല്ല പറയുന്നത്. ദിവാസ്വപ്നം കാണാം, ഇരുന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ഒരു കാര്യമില്ലാതെ വെറുതെ ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ പരിസര ബോധം ഇല്ലാതെ ഇങ്ങനെ സ്വപ്നത്തിൽ മുഴുകിയിരിക്കുക. ഉറക്കത്തിലല്ല, സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിനെയാണ് ഡേ ഡ്രീംസ് എന്ന് പറയുന്നത്. സോ ഓക്സിമോറോണിന് നമ്മൾ 3 എക്സാമ്പിൾസ് കണ്ടു. ഏതൊക്കെയായിരുന്നു? ഇൻസൈഡ് ഔട്ട്, ഓപ്പൺ സീക്രറ്റ് ആൻഡ് ഡേ ഡ്രീംസ്. യെസ്. സോ ഇനി എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓൾ അലോൺ, ആക്ട് നാച്ചുറലി, ക്ലൈം ഡൗൺ, സ്മോൾ ക്രൗഡ്, ഡൂയിങ് നത്തിങ്, പിന്നെ foolish wisdom, going nowhere, etc. ഓക്കെ. സോ ഹിയർ കംസ് മോർ എക്സാമ്പിൾസ്. ഓക്സിമോറോണിനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. If you want more interesting videos, please subscribe and don't forget to hit the bell icon for further notifications. Thanks for watching. Stay tuned. Bye.